നമസ്കാരം. പി എസ് റഫീഖ്, ലിജോ ജോസ് പല്ലിശ്ശേരി എന്നിവർ ചേർന്നെഴുതി ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്റ്റ് ചെയ്ത് തിയേറ്ററിലെത്തിയ മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. മലയക്കോട്ടെ വാലിബൻ ഏറെ കാത്തിരുന്നു വന്ന ചിത്രമാണ്. ഏകദേശം 1 വർഷത്തോളം എടുത്തു അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. LJP മോഹൻലാൽ ചിത്രം എന്നുള്ള ആ ഒരു നിലയ്ക്കാണ് വലിയ കാത്തിരിപ്പുകൾ ഉണ്ടായിരുന്നത്. അമിത പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ടും അതിൻ്റെ മൂഡിനെ കുറിച്ചിട്ടും ഒക്കെ കറക്റ്റായിട്ട് കൺവേ ചെയ്യാനായിട്ട് പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിൽ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നത് എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ് ചിത്രമാണ് എന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പരത്തി. ആ ഒരു മാസ് പ്രതീക്ഷിച്ചു പോയ ആളുകൾക്ക്, സ്വാഗ് പ്രതീക്ഷിച്ചു പോയ ആളുകൾക്ക് ചെറിയ നിരാശ നൽകിയ ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. LJPയുടെ ചിത്രങ്ങൾ നമുക്കറിയാം, ഗംഭീര ആസ്വാദനമായിരിക്കും. അത് കാണുന്ന ആളുകളെക്കാളും കൂടുതലായിട്ട് അത് ചെയ്ത അദ്ദേഹത്തിന് ഓരോ ഫ്രെയിമും ഓരോ സീനും ഓരോ ഷോട്ടും വളരെ ആസ്വദിച്ച് അദ്ദേഹം സിനിമയിൽ അങ്ങ് ചിത്രീകരിക്കും. ഓരോ സീനിലും അതിൻ്റെ ഷോട്ടുകളിലും ആ ഒരു ഫ്രെയിമുകളിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേയധികം സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കും. അതൊക്കെ ലിജോ ജോസ് പല്ലിശ്ശേരി അദ്ദേഹത്തിൻ്റെ വർക്ക് ആസ്വദിച്ച് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതൊക്കെ ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അത്രയധികം ആസ്വദിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കലാസൃഷ്ടി ആയതുകൊണ്ട് തന്നെ ആസ്വാദകരിലേക്ക് ചില സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവില്ല. ഈ ഒരു സിനിമയിൽ ഒത്തിരി ഗംഭീരമായിട്ടുള്ള എഫേർട്ടുകൾ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി രസമായിട്ടുള്ള മേക്കിംഗ് എന്ന് നമ്മൾ പറയുന്ന, വളരെ സിമ്പിളായിട്ട് നമ്മൾ പക്വതയില്ലാതെ നമ്മൾ പറയുന്ന ആ ഒരു സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രേക്ഷകന് ആ ഒരു സംഭവം കിട്ടുന്നില്ല. വലിയ സാധ്യതകൾ തുറന്നിടുന്ന കുറേയധികം എലമെൻറ്റുകൾ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആ ഒരു പേര്, മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, മലയക്കോട്ടെ വാലിബൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സ്പഗേറ്റി വെസ്റ്റേൺ ആ ഒരു മൂഡിലുള്ള ചിത്രത്തിൻ്റെ തുടക്കം, ഇതിനെ പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പോലും നമുക്ക് ആ ഒരു പല പാർട്ട് ഫീൽ ചെയ്യും. ചിത്രത്തിൻ്റെ തുടക്കം മുതൽ ആദ്യ പകുതി വരെ ആ ഒരു സ്പഗേറ്റി വെസ്റ്റേൺ മൂഡാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഷോട്ടുകൾ എല്ലാം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിമുകൾ, ആ ഒരു ഫ്രെയിമിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റികൾ, അതിനകത്തെ ബീറ്റ്സ് പതുക്കെ ഇങ്ങനെ വരുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആ ഒരു സ്പഗേറ്റി മൂഡ് പിടിക്കുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ എലമെൻറ്റുകൾ കാര്യമായിട്ട് കയറി വരുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ ആക്ഷൻ വലിയ പ്രാധാന്യമുണ്ട്. ചിത്രം കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും മലയക്കോട്ടെ വാലിബൻ്റെ ഈ മല്ലിൻ്റെ ചരിത്രമായിരിക്കും ചിത്രം പറയാൻ വേണ്ടി പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാലേട്ടനൊക്കെ പറഞ്ഞതുപോലെയുള്ള മാനുഷികമായിട്ടുള്ള ചില വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉള്ള അസൂയയും കുശുമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. എന്നാൽ അത് വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന തരത്തിലേക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന തരത്തിലേക്കുള്ള മല്ലന്മാരുടെ കഥകളിലുള്ള ആ ഒരു സംഭവത്തിലേക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കഥ പോകുന്നത്. കഥകളെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നിങ്ങളും ഇതുപോലുള്ള വാലിബ ചരിതങ്ങൾ രചിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇങ്ങനെയുള്ള വാലിബ ചരിതങ്ങളൊക്കെ നിങ്ങൾക്കും രചിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല വായന വേണം. പുസ്തകങ്ങളെ കുറിച്ചിട്ട് അറിയണം. ഈ ഒരു കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിക്കുക, ഇരുന്ന് വായിക്കുക എന്നൊക്കെ പറയുന്നത് കുറേയധികം ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ വായന കുറയുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ വായന കുറയ്ക്കേണ്ട, നമുക്ക് കേൾക്കാം. ഓഡിയോ ബുക്കുകളെ ഞാൻ നിങ്ങളിലേക്ക് മുൻപും എത്തിച്ചിട്ടുണ്ട്. കുക്ക് FM വീണ്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നിങ്ങൾക്ക് ലോക പ്രശസ്ത എഴുത്തുകാരുടേതടക്കമുള്ള പുസ്തകങ്ങൾ കേട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. പൗലോ കൊയ്ലോ, ഷേക്സ്പിയർ, MD M മുകുന്ദൻ, അല്ല ഇത്തിരി ലൈറ്റായിട്ട് നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ജയറാമേട്ടൻ്റെയും പുസ്തകങ്ങൾ വരെ കുക്ക് ഓഫ് മാപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ കുക്ക് ഓഫ് മാപ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. അതിൽ പല ആളുകളുടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട പല ആളുകളുടെ ശബ്ദത്തിൽ ഈ ഒരു കഥകൾ കേൾക്കാനായിട്ട് സാധിക്കും. നെടുമുടി വേണുചേട്ടൻ, KPC ലളിത ചേച്ചി, സിദ്ദിഖ് സാർ, അങ്ങനെയുള്ള പല ആളുകളുടെ ശബ്ദത്തിൽ കുക്ക് ഓഫ് മാപ്പിൽ ഈ ഒരു കഥകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 22-ാം തീയതി ആരംഭിച്ച് 31-ാം തീയതി വരെ തുടരുന്ന ഒരു ഗംഭീര റിപ്പബ്ലിക് ഡേ സെയിൽ കുക്ക് ഓഫ് മാപ്പിൽ നടക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 60% ഓഫറോടെ, അതായത് 10,000 രൂപയുടെ പുസ്തകങ്ങൾ 39 രൂപയ്ക്ക് കുക്ക് ഓഫ് മാപ്പിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. India 60 എന്ന് പറയുന്ന കൂപ്പൺ കോഡാണ് അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു കൂപ്പൺ കോഡും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഇട്ടേക്കാം. വായന ഇഷ്ടപ്പെടുന്ന ആളുകൾ, എന്നാൽ വായിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക്, ഓഡിയോ ബുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മുത്തശ്ശി കഥകളിലെ മല്ലന്മാരുടെയൊക്കെ എല്ലാ സംഭവങ്ങളുമുള്ള ഒരു കഥ തന്നെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹം അത് പറയുന്ന ഒരു രീതിയും ആ ഒരു പഴയ ഒരു മുത്തശ്ശി കഥ പറയുന്ന ഒരു രീതിയിൽ തന്നെയാണ്. അതിനാടകീയമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ഡയലോഗുകൾക്കിടയിൽ ചിലപ്പോൾ നമുക്ക് ക്രിഞ്ചായിട്ടുള്ള നമ്മളുടെ നോർമൽ യൂസേജ് ഒക്കെ കടന്നു വരുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നോർമൽ യൂസേജ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമൊന്നുമല്ല. ഈ ഒരു സിനിമയിൽ
കാലത്തെയും ദേശത്തെയും ഒക്കെ ഭേദിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണല്ലോ. അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, എങ്ങനെ വേണമെങ്കിലും അത് പ്രസന്റ് ചെയ്യാം. ഫസ്റ്റ് ഹാഫിൽ ഇൻട്രോ മുതൽ തന്നെ ആ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിമിൽ തന്നെ ഇങ്ങനെ തുടങ്ങുന്നത് നീട്ടി വലിച്ചിട്ടുള്ള ഡയലോഗുകളാണ്. കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്കത് ചെറിയ രീതിയിൽ ബോറടിക്കാൻ തുടങ്ങും. പിന്നീട് സിനിമ ഒന്ന് ചാർജ് ആവുന്നത് അതിനകത്തെ സ്ത്രീ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യങ്ങളിലാണ്. എനിക്ക് ആസ്വാദനം സൃഷ്ടിക്കാനായിട്ട് കുറച്ചെങ്കിലും സമയത്ത് സാധിച്ചത് അവരെ കൊണ്ട് മാത്രമാണ്. വല്ലാതെ ഭ്രമിപ്പിക്കുന്ന ഒരു സ്ത്രീ സൗന്ദര്യം അല്ലെങ്കിൽ വശ്യത എന്നൊക്കെ പറയുന്ന ഒരു സാധനം നൈസായിട്ട് ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ കാണുന്ന ആ ഒരു വൾഗാരിറ്റി അല്ല, ആ ഒരു വശ്യത എന്ന് പറയുന്നത് എങ്ങനെയാണോ പോർട്രേ ചെയ്യേണ്ടത് അത് ഗംഭീരമായിട്ട് LJP ഈ ഒരു സിനിമയിൽ കാട്ടിത്തന്നിട്ടുണ്ട്. എന്നാൽ അവസാനം വരെ ആ ഒരു മൂഡ് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. LJP ചിത്രങ്ങൾ നമുക്കറിയാം, രണ്ടാമതോ മൂന്നാമതോ ഒരു കാഴ്ചയിൽ കൂടുതൽ വെളിവായി വരുന്ന ചില തലങ്ങൾ ഈ ഒരു ചിത്രത്തിന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിത്രത്തിലെ അഭിനേതാക്കളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയക്കോട്ടെ വാലിബൻ മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ക്യാരക്ടറിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്, അതിനകത്ത് എക്സ്ട്രാ ചാലഞ്ച് ഒന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. മോഹൻലാൽ മലയക്കോട്ടെ വാലിബനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എക്സ്ട്രാ എന്തെങ്കിലും, അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യാത്ത തരത്തിലേക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ആദ്യ കാഴ്ചയിൽ തോന്നിയില്ല. സ്റ്റൺ കൊറിയോഗ്രാഫിയൊക്കെ നൈസായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു, അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ സാധാരണ കത്തി എന്നൊക്കെ പറയുന്ന കുറേയധികം സാധനങ്ങളുണ്ട്, പക്ഷെ മലയക്കോട്ടെ വാലിബനായതുകൊണ്ടും അത് ആ ഒരു ദേശത്തായതുകൊണ്ടും അത് ഓക്കെയാണ്. അത് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗംഭീര ആക്ഷനും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനുമാണ് എനിക്ക് മലയക്കോട്ടെ വാലിബനിൽ നിന്ന് ഫീൽ ചെയ്തത്. നമ്മൾ ഒരു മല്ലയുദ്ധമൊക്കെ പലപ്പോഴും പ്രതീക്ഷിക്കുമല്ലോ. സൊനാലി കുൽക്കർണി ചിത്രത്തിലെ നായിക കഥാപാത്രം പോലെയുള്ള കഥാപാത്രങ്ങളാണ്. 2 നായിക പ്രാധാന്യമുള്ള വേഷങ്ങളാണ് ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ സൊനാലി അവതരിപ്പിച്ച കഥാപാത്രം അതിനാടകീയമായിട്ട് ആദ്യ ഘട്ടങ്ങളിൽ ഡയലോഗ് പറയുകയും ഭയങ്കര രസമായിട്ട് നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്ത ഒരു കഥാപാത്രമാണ്. എന്നാൽ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു കഥാപാത്രത്തിനകത്തും ഒന്നുമില്ലാത്തതുപോലെ പേഴ്സണലി ഫീൽ ചെയ്തു. സൊനാലി അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. LJP ചിത്രങ്ങളിൽ പുള്ളിയുടെ ഒരു ഡൊമിനേഷൻ ആണല്ലോ. ക്യാരക്ടറുകൾ അവരുടെ പെർഫോമൻസിനകത്തൊന്നും സിനിമ അപ്പ് ആവുകയും ഡൗൺ ആവുകയും ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഹരീഷ് പേരടിക്ക് കിട്ടിയ ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അദ്ദേഹം അത് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ LJP ഭയങ്കരമായിട്ട് ഈ കാറിക്കുകയും കൂവുകയൊക്കെ ചെയ്യുമല്ലോ, അത് ക്യാരക്ടർ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ പേരടിയുടെ ചില സമയത്തെ അലർച്ചയൊക്കെ ചില ആളുകൾക്ക് ചിരി ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. ഡാനിഷ് സൈറ്റ് എന്ന് പറയുന്ന ഒരു നടനല്ലേ ചമതകൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ഇത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ബാക്കിയുള്ള കുറേയധികം ആളുകളുടെ പേരൊന്നും എനിക്ക് അറിയില്ല. മണികണ്ഠൻ ആചാര്യയുടെ കഥാപാത്രം നൈസായിരുന്നു. പിന്നെ ഈ നായിക പ്രാധാന്യമുള്ള റോളിൽ ഈ സൊനാലി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ആ ഒരു പെൺകുട്ടി പേര് സത്യമായിട്ട് അറിയില്ല, ഗംഭീര കഥാപാത്രമായിരുന്നു. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു വശ്യതയൊക്കെ നല്ല രീതിയിൽ കാണിച്ചു തന്ന ഒരു കഥാപാത്രമായിരുന്നു ആ ഒരു കഥാപാത്രം. അതിൻ്റെ ഒരു ചെറിയ റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്, അത് വളരെ നൈസായിട്ട് ഞാൻ ആസ്വദിച്ചു. വേറെ ഒത്തിരിയധികം അഭിനേതാക്കളുണ്ട്, എല്ലാവരിലേക്കും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനി പ്രധാനപ്പെട്ട മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സംഗീത സംവിധാനം ഗംഭീരമാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. ഞാൻ ഒത്തിരിയധികം ആസ്വദിച്ചു. ഒരു പരിധി വരെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് നല്ല മൂഡ് തന്നത്, കണ്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നിച്ചത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതേപോലെ കുഞ്ഞു കുഞ്ഞു കുറേയധികം പാട്ടുകൾ ചിത്രത്തിൽ വരുന്നുണ്ട്, അതെല്ലാം നൈസായിട്ട് തന്നെ വന്നു. സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ചിത്രം പക്കയാണ്. സിനിമറ്റോഗ്രാഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മധു നീലകണ്ഠൻ ഒന്നും പറയാനില്ല, നല്ല രസകരമായിട്ടുള്ള പെയിൻറ്റിങ് പോലെയാണ് പല ഫ്രെയിംസും, രസമായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഭയങ്കര കളർഫുള്ളാണ് അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത്. LJPയുടെ ഒരു ഇൻപുട്ടും കൂടെ എടുത്ത് പറയേണ്ടതാണ്. നൈസായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ ഞാൻ ആസ്വദിച്ച് കണ്ട ഒരു സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് മലയക്കോട്ടെ വാലിബൻ്റെ ഈ ഒരു സിനിമാറ്റോഗ്രാഫിയാണ്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരമാണ്, അതിൻ്റെ ആംബിയൻസൊക്കെ നല്ല രീതിയിൽ ചിത്രത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കോസ്റ്റ്യൂംസ് അടിപൊളിയാണ്. മൊത്തത്തിൽ ആ ഒരു സിനിമാറ്റോഗ്രാഫിക്ക് മിഴിവ് നൽകുന്നത് ആർട്ടും കോസ്റ്റ്യൂമും ഒക്കെയാണ്. ദീപ് ജോസഫാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നൈസാണ്. കുറേയധികം എഡിറ്റിംഗ് ബ്രില്യൻസുകൾ തന്നെ നമുക്ക് ചിത്രത്തിൽ ആസ്വദിക്കാൻ പറ്റും. എഡിറ്റിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കുറേയധികം സംഭവങ്ങൾ ഈ ഒരു ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലാഗൊക്കെ ഉണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേന് തീർന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. ചിലപ്പോൾ പക്വതയില്ലാത്ത ഒരു സിനിമാ കാഴ്ചയിൽ ആദ്യ കാഴ്ചയിൽ തോന്നിയൊരു തോന്നലായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഈ ഒരു ചിത്രം എന്നൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടു കഴിഞ്ഞാൽ കുറേ സംഭവം കിട്ടുന്ന ഒരു ചിത്രമാണ്. വെറുതെ ഒരു ആസ്വാദനത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം നിരാശപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു അടിപൊളി വർക്കാണ്. ഓരോ പീസ് ബൈ പീസ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വർക്കാണ്. ഒരു ടോട്ടൽ ആസ്വാദനത്തിൽ അതിനകത്ത് എല്ലാം വരുമല്ലോ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഒരു ക്രാഫ്റ്റ് മാത്രമല്ലല്ലോ നോക്കുന്നത്. അങ്ങനെ ഒരു ടോട്ടൽ ആസ്വാദനത്തിൽ എനിക്ക് അത്രയധികം വർക്കായില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.